ഈസ്റ്റർ ഒരിക്കലും ഒരു പ്രത്യേക ഡേറ്റിലല്ല ആഘോഷിക്കുന്നത്, അതുകൊണ്ട് ഇതൊരു പേഗൻ ദേവതയുടെ ആരാധനയാണ് എന്നാണ് ചില പ്രൊട്ടസ്റ്റന്റ് പന്തകുസ്ത ബുദ്ധിജീവികളുടെ വ്യാഖ്യാനം. ഈസ്റ്റർ ഒരു പേഗൻ ആഘോഷമാണോ എന്ന വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന 5ാമത്തെ വീഡിയോ ആണിത്. എന്തുകൊണ്ടാണ് ഈസ്റ്റർ ഒരു പ്രത്യേക ദിവസം വരാത്തത്, എങ്ങനെയാണ് ഈസ്റ്ററിന്റെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈസ്റ്റർ എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. നമ്മുടെ 3ാമത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മിക്ക ഇംഗ്ലീഷ് ഇതര ഭാഷകളിലും പാസ്ക എന്നറിയപ്പെടുന്ന ഉയർപ്പ് ഞായർ അല്ലെങ്കിൽ ഈസ്റ്റർ യേശു ക്രിസ്തു കുരിശുമരണത്തിന് ശേഷം 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ അനുസ്മരണമാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ അനുസ്മരിക്കുന്ന ആഘോഷമാണ്. യേശുവിൻ്റെ ഈ പുനരുത്ഥാനം ഏതെങ്കിലും പേഗൻ ദേവതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും പന്തകുസ്തക്കാരനോ പ്രൊട്ടസ്റ്റന്റുകാരനോ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. സത്യത്തിൽ ഈസ്റ്റർ എന്ന ഈ ആഘോഷം യഹൂദരുടെ പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ തിരുനാളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് പന്തകുസ്ത പണ്ഡിതന്മാരോട് എനിക്കുള്ള ഒരു ചോദ്യം, യേശു ആഘോഷിച്ചിരുന്ന ഈ പെസഹ ഇന്നും യഹൂദർ ആഘോഷിക്കുന്നു. അത് എല്ലാ വർഷവും നമ്മുടെ കലണ്ടറിൽ ഒരേ ദിവസം തന്നെയാണോ വരുന്നത്? അല്ലല്ലോ. ഇസ്രായേൽ ജനത ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചിതരായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ പെസഹ. ജൂത കലണ്ടറിലെ നിസാൻ മാസം 15-ാം തീയതി ആരംഭിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. 15-ാം തീയതി പറയുമ്പോൾ 14-ാം തീയതി ഈവനിങ് തൊട്ട് തുടങ്ങും. ബൈബിളിൽ യേശു തൻ്റെ ശിഷ്യന്മാരത്ത് പെസഹ ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ അന്ത്യത്താഴം, അതിന് തൊട്ട് പിന്നാലെയാണ് യേശു ക്രൂശിക്കപ്പെടുന്നതും മരിക്കുന്നതും പിന്നെ 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായി, യഹൂദരുടെ ഏകദേശം 355 ദിവസങ്ങളുള്ള ലൂണിസോളാർ കലണ്ടറിലെ നിസാൻ മാസം 15-ാം തീയതി ഉള്ള ആഘോഷത്തോടനുബന്ധിച്ചായിരിക്കണം ഈസ്റ്റർ വരുന്നത്. അതായത് യഹൂദരുടെ പെസഹ തിരുനാളിനെ ഡയറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിലും അതുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ഈസ്റ്റർ. ഇവിടെ നിങ്ങളൊരു സാമാന്യ യുക്തി പ്രയോഗിക്കണം. 355 അല്ലെങ്കിൽ 354 ദിവസങ്ങളൊക്കെയുള്ള ഒരു കലണ്ടറിനെ ആസ്പദമാക്കിയിട്ടുള്ള ഏതൊരു ആഘോഷവും 365 ദിവസങ്ങളുള്ള നമ്മുടെ ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടറിലെ എല്ലാ വർഷവും ഒരേ തീയതിയിൽ വരില്ല എന്നാണ്. നിസാൻ എന്നത് ജൂതന്മാരുടെ മതപരമായ കലണ്ടറിലെ 1ാം മാസമാണ്. ഇത് തുടങ്ങുന്നത് ന്യൂ മൂൺ എന്നാണ്. നിസാൻ 14 രാത്രിയാകുമ്പോഴത്തേക്കും അത് ഫുൾ മൂൺ ആയിരിക്കും. അതായത് യഹൂദന്മാരുടെ പെസഹ എപ്പോഴും ഒരു ഫുൾ മൂൺ അന്നായിരിക്കും. നമ്മൾ കണ്ടു കഴിഞ്ഞു, യഹൂദരുടെ പെസഹായുമായിട്ട് അലൈൻഡ് ആയിട്ടാണ് ഈസ്റ്റർ വരുന്നത് എങ്കിലും ഈസ്റ്ററും ഈ യഹൂദരുടെ പെസഹായും തമ്മിലുള്ള ഡേറ്റിനെ കണക്കൂട്ടലിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ അബീബ് എന്ന് വിളിക്കപ്പെടുന്ന നിസാൻ മാസത്തിലെ വെളുത്ത വാവിൻ്റെ അന്നാണ് അല്ലെങ്കിൽ ഫുൾ മൂണിൻ്റെ അന്നാണ് പെസഹ വരുന്നത്. ഇത് സാധാരണയായി നമ്മുടെ കലണ്ടറിൽ മാർച്ച് അവസാനമോ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഈ വർഷം അത് ഏപ്രിൽ 1-ാം തീയതി രാത്രിയിൽ ആരംഭിക്കും. എന്നാൽ ഈസ്റ്റർ വരുന്നത് വെർണൽ ഇക്വിനോക്സ്, അതായത് മാർച്ച് 21-ന് ശേഷം വരുന്ന ആദ്യത്തെ ഫുൾ മൂണിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ്. എന്നാൽ ഈസ്റ്റർ വരുന്നത് വേർണൽ ഇക്വിനോക്സ്, അതായത് മാർച്ച് 21 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫുൾ മൂൺ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് സൺഡേ. ഒന്നുകൂടി പറയാം, മാർച്ച് 21-ന് ശേഷം വരുന്ന ഫസ്റ്റ് ഫുൾ മൂൺ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സൺഡേ. സഭയുടെ തുടക്കം മുതലേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്നായിരിക്കണം, ഏത് ഡേറ്റിനായിരിക്കണം ഈസ്റ്റർ ആഘോഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആദിമസഭയിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഭാഗം വിശ്വാസികൾ യഹൂദരുടെ പാസ് ഓവർ ഫീസ്റ്റ് ആയിട്ടുള്ള നിസാൻ മാസം 15-ാം തീയതി ഈസ്റ്റർ ആഘോഷിച്ചപ്പോൾ മറ്റൊരു വിഭാഗം വിശ്വാസികൾ അതിനുശേഷം വരുന്ന ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിച്ചു. എന്നാൽ AD 325 നടന്ന നിക്യാ സുനോദോസിലാണ് കൗൺസിലാണ് ഈ ഒരു വിഷയത്തിൽ സഭ ഒന്നാകെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. AD 325 നിക്യാ കൗൺസിൽ പുതിയൊരു ആഘോഷം തുടങ്ങുകയോ പേഗൻ രീതികളെ അനുകരിക്കുകയോ ചെയ്തതല്ല. മറിച്ച് നൂറ്റാണ്ടുകളായി ഏത് ഡേറ്റിലാണ് ഈസ്റ്റർ ആഘോഷിക്കേണ്ടത് എന്ന തർക്കത്തിന് പരിഹാരം കാണുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് സ്പ്രിംഗ് ഇക്വിനോക്സ് അല്ലെങ്കിൽ വേർണൽ ഇക്വിനോക്സിന് ശേഷമുള്ള ആദ്യത്തെ വെളുത്തുവാവിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈസ്റ്റർ ആഘോഷം ഓരോ കലണ്ടർ വർഷവും പുറകോട്ട് പോയി സീസണൽ ഡ്രിഫ്റ്റ് ഉണ്ടാകാതിരിക്കേണ്ടിയിട്ടാണ് ഈ വെർണൽ ഇക്വിനോക്സിന് ശേഷം, അതായത് മാർച്ച് 21-ന് ശേഷം എന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, യഹൂദ കലണ്ടർ ഒരു ലൂണി സോളാർ കലണ്ടറാണ്. 354 ദിവസങ്ങളോളമാണ് അതിൻ്റെ അകത്തുള്ളത്. എന്നാൽ നമ്മൾ
പിന്തുടരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലും ജൂലിയൻ കലണ്ടറിലും ഒക്കെ 365 ദിവസമാണ് ഉള്ളത്. ഈ 11 ദിവസത്തെ വ്യത്യാസം കാരണം കൃത്യമായ ഒരു കണക്ക് കൂട്ടൽ രീതി നിശ്ചയിച്ചില്ല എങ്കിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഈസ്റ്റർ തീയതി മെല്ലെ മെല്ലെ പുറകോട്ടേക്ക് മാറി വസന്തകാലത്ത് നിന്ന് മാറി അത് വിന്റർ സീസണിലേക്ക് മാറും. ഒരു സീസണൽ ഡ്രിഫ്റ്റ് സംഭവിക്കും. ഈ ഒരു ഡ്രിഫ്റ്റ് ഒഴിവാക്കാനും ക്രിസ്തുവിന്റെ ഉയർപ്പ് നടന്ന അതേ വസന്തകാലത്തിൽ തന്നെ ഈസ്റ്റർ വരുന്നു എന്ന് ഉറപ്പുവരുത്താനുമാണ് ഇങ്ങനൊരു തീരുമാനം. വെർണൽ ഇക്വിനോക്സിന് ശേഷമുള്ള ആദ്യത്തെ വെളുത്തവോ അതിനുശേഷം വരുന്ന ഞായറാഴ്ച, ഇങ്ങനൊരു തീരുമാനം ഈസ്റ്റർ തീയതിയെ സോളാർ ഇയറുമായിട്ട് കൺസിസ്റ്റന്റ് ആക്കി. യഥാർത്ഥത്തിൽ ഈ യഹൂദരുടെ നിസാൻ മാസം എന്ന് പറയുന്നത് ഒരു വസന്തകാല മാസം തന്നെയാണ്. സൗരവർഷപ്രകാരം അത് സ്പ്രിംഗ് ഇക്വിനോക്സിന് ശേഷം തന്നെയാണ് വരേണ്ടത്. ചന്ദ്രന്റെ 28 ദിവസത്തെ ഒരു സൈക്കിൾ വെച്ച് നോക്കിയാൽ ന്യൂ മൂണിൽ തുടങ്ങുന്ന ഒരു മാസത്തിന്റെ 14-ാം ദിവസം കഴിഞ്ഞ് വരുന്ന രാത്രി ഫുൾ മൂണായിരിക്കും. അതിനുശേഷം വരുന്ന ഞായറാഴ്ച ഉയർപ്പ് തിരുനാളിൻ്റെ ആഘോഷത്തിന് എന്തുകൊണ്ടും അനുയോജ്യമാണ്. ഈ ഒരു കണക്കുകൂട്ടൽ പ്രകാരം നമ്മുടെ കലണ്ടറിൽ മാർച്ച് 22-നും ഏപ്രിൽ 25-നും ഇടയിലുള്ള ഏതെങ്കിലും ദിവസമായിരിക്കും ഈസ്റ്റർ വരിക. ചുരുക്കത്തിൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭം മുതൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട തിരുനാളാണ്. ഈ ആഘോഷത്തിന്റെ ഉത്സവത്തിനോ അതിന്റെ തീയതി നിശ്ചയിക്കുന്ന രീതിക്കോ യാതൊരു രീതിയിലുള്ള പേഗൻ ബന്ധവുമില്ല എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു. കാരണം ഈ ആഘോഷം യഹൂദന്മാരുടെ പെസഹായുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്നതാണ്, അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് കണ്ടുകഴിഞ്ഞു. ഇനി ഈസ്റ്റർ എന്ന പേരിനെ ചൊല്ലിയാണ് തർക്കമെങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷം തുടങ്ങി നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ഒരു ഭാഷയിലെ പേരിനെ ചൊല്ലി മാത്രം തർക്കിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈസ്റ്റർ എന്നത് ഇംഗ്ലീഷ് വാക്കാണ്. ഇംഗ്ലീഷ് ഭാഷ രൂപം കൊള്ളുന്നത് തന്നെ 6ഓ 7ഓ നൂറ്റാണ്ടുകളിലൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം നൂറ്റാണ്ടുകളിലെ രേഖകളിൽ ഈസ്റ്റർ എന്ന പേര് കാണണമെന്ന് ശഠിക്കുന്നത് ഒട്ടും യുക്തിസഹമല്ല. യേശുവിൻ്റെ പുനരുദ്ധാനത്തെ അനുസ്മരിക്കുന്ന ഈ ആഘോഷത്തിന് സഭയുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന പേര് പാസ്ക എന്നാണ്. പിൽക്കാലത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ അതിനെ ഈസ്റ്റർ എന്ന് വിളിച്ചുവെന്ന് മാത്രം.